ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് ജിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗം 1-ലെ 4ാമത്തെ ചാപ്റ്ററാണ്, അനീതിയിൽ നിന്നും നീതിയിലേക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു അനുഭവമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന വിവേചനം, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വിവേചനത്തെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഇവിടെ ആദ്യം ഇൻട്രൊഡക്ഷനായി നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് അനീതി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അനീതി? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകളുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹ്യ വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അതായത് പണ്ട് കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പല സാമൂഹ്യ വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒക്കെ പേരിൽ ഒഴിവാക്കി നിർത്തിയിരുന്നു. ഈ അനീതിയിൽ നിന്നും പുതിയ സമൂഹത്തെ, ഇന്ന് കാണുന്ന നമ്മുടെ പുതിയ സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രയത്നിച്ച കുറേ വ്യക്തികളും അവരുടെ അനുഭവങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. മാർജിനലൈസേഷൻ എന്താണ്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സന്ദർഭം ഉണ്ടാകുന്നത്, അരികുവൽക്കരണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അതായത് പ്രകൃതി ദുരന്തങ്ങളോ മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. ഇനി ജാതിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ലിംഗപദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിനെയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ആ രീതിയിലും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ്. ഈ അരികുവൽക്കരണത്തിന് ഒരു ഉദാഹരണമാണ് എന്ത്? വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്നത് എന്താണ്? അരികുവൽക്കരണത്തിന് ഉദാഹരണമാണ്. ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നതെന്ന് നോക്കാം. ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നതെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അതാരൊക്കെയാണ്? സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ,
ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിനുദാഹരണങ്ങളാണ്. അപ്പം അരികുവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരണം അനുഭവിക്കുന്ന ആരൊക്കെയാണ് അനുഭവിക്കുന്നത്? സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർക്കൊക്കെ എന്തിനുദാഹരണമാണ്? അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഒരു സംഭവം നോക്കാം. എന്താണ്? നമ്മുടെ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. നോക്കിക്കേ. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. തിരുവനന്തപുരം. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച് സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. അപ്പൊ എവിടെയാണ് അയ്യങ്കാളി സമരത്തിന് തുടക്കം കുറിച്ചത്? ഊരൂട്ടമ്പലം ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? പഞ്ചമി എന്ന ദളിത് ബാലികയെ നമ്മുടെ അയ്യങ്കാളി എന്ത് ചെയ്തു? കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സ്കൂളിൽ കൊണ്ടുവരികയും അവിടെ എന്ത് ചെയ്തു? ക്ലാസ് മുറിയിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. അന്ന് ദളിതർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ അയ്യങ്കാളി ഈ പ്രവൃത്തി ചെയ്യുന്നത്. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. ജന്മിമാർ അപ്പോൾ എന്ത് ചെയ്തു? പഞ്ചമി അവിടെ കയറി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ആ സ്കൂളിന് തീവെക്കുകയാണ് ചെയ്തത്. പകുതി കത്തിയ ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. ആ സ്കൂളിനെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? മ്യൂസിയം ആക്കിയിട്ടുണ്ട്. ആ സ്കൂളിൽ ഇപ്പോഴും എന്ത് കാണാമെന്നാണ് പറയുന്നത്? പകുതി കത്തിയ ബെഞ്ചുകൾ കാണാമെന്നാണ് പറയുന്നത്. ഇനി താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരെന്ന് കരുതപ്പെട്ടിരുന്നവർ എന്ത് ചെയ്തിരുന്നു? വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. അദ്ദേഹം എന്താണ്? സാമൂഹ്യ പരിവർത്തനത്തിന് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആർക്കറിയാമായിരുന്നു? അയ്യങ്കാളി. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഇത്തരത്തിലുള്ള സമരരീതികൾ പ്രയോഗിച്ചത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ദളിത് വിഭാഗക്കാർക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. പണ്ടത്തെ കാലത്ത് എന്താണ്? ദളിതർക്ക് അതുപോലെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സമൂഹത്തിലൂടെ സഞ്ചരിക്കാനോ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനോ വാഹനത്തിൽ സഞ്ചരിക്കാനോ വസ്ത്രങ്ങൾ ധരിക്കാനോ ഒക്കെ എന്തുണ്ടായിരുന്നു? വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അപ്പം എന്താണ്? വിദ്യാഭ്യാസം കൊണ്ട് ഇതെല്ലാം മാറൂ എന്നാണ് ആരെ കരുതിയിരുന്നത്? നമ്മുടെ ഈ പറയുന്ന അരികുവൽക്കരണത്തിനെതിരെ സമരമുറകൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മഹത് നേതാക്കൾ അല്ലെങ്കിൽ മഹത് വ്യക്തികൾ കരുതിയിരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഇതിനെന്ത് ചെയ്യത്തുള്ളൂ? ഒരു മാറ്റം വരാത്താൻ സാധിക്കൂ എന്നാണ് അവർ കരുതിയത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. ഇനി അങ്ങനെ അരികുവൽക്കരണത്തെ എതിർത്തവരും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ നവോത്ഥാന നായകന്മാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി,
പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് എല്ലാവരെയും അവരുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെയും. ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. ഓരോരുത്തരും അവർ ചെയ്തിട്ടുള്ള ഈ അരികുവൽക്കരണത്തിന് എതിരെ അവർ പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. ജ്യോതിറാവ് ഫുലെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട് 1827 1890. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പോൾ ദളിത് എന്ന പദത്തിൻ്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെയാണ് ദളിത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ് ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പോൾ ജ്യോതിറാവ് ഫുലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു? സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത്. ഇനി അടുത്ത ആളാണ് സാവിത്രിബായി ഫുലെ. കാലഘട്ടം കൊടുത്തിട്ടുണ്ട് 1831 മുതൽ 1897 വരെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായി ഫുലെ. എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി സ്ഥാപിച്ച വിദ്യാലയം എവിടെയാണ്? പൂനെയിലാണത്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാലകൾ സ്ഥാപിച്ചു. സ്ത്രീകൾക്കും അതുപോലെ തന്നെ കർഷകർക്കും തൊഴിലാളികൾക്കുമായിട്ട് എന്താരംഭിച്ചു? നിശാ പാഠശാലകൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനഃനാമകരണം ചെയ്തു. എന്താണ് ഇവര്? പൂനെ യൂണിവേഴ്സിറ്റി ഇവരുടെ പേരിലാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സാവിത്രിബായി ഫുലെയുടെ പേരിലാണ് ഇപ്പം പൂനെ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പെരിയോർ അല്ലെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. കാലഘട്ടം കൊടുത്തിട്ടുണ്ട് 1879 1973. നമുക്ക് നോക്കാം അദ്ദേഹത്തെക്കുറിച്ച്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. കൂടാതെ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അടുത്ത് നമുക്ക് നോക്കാം. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭവങ്ങൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹ്യ വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അപ്പം ഗോത്രജനത എങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ടത്? അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിന്മേൽ പൂർണ്ണ അധികാരം അവർക്കായിരുന്നു. ആ അധികാരം കാലക്രമേണ അവർക്ക് നഷ്ടമായി. ആ അധികാരം നഷ്ടപ്പെട്ടത് മൂലമാണ് അവരെന്തായി മാറിയത്? അരികുവൽക്കരിക്കപ്പെട്ടത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ദേ നോക്കിക്കേ, വെറിയർ എൽവിനെ കുറിച്ചാണ്. വെറിയർ എൽവിൻ 1902 1964 അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. വെറിയർ എൽവിൻ്റെ കാലഘട്ടമാണ് 1902 മുതൽ 1964 വരെ.
ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വെക്കണം. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരും ഉണ്ട്. നോക്കിക്കേ, അടുത്ത ആളാണ് ഡോക്ടർ എ അയ്യപ്പൻ. 1905 1988. തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പൻ്റെ ജനനം. അയ്യപ്പൻ്റെ ജനനം എവിടെയാണ്? തൃശൂർ ജില്ലയിലെ പവറട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ജനിച്ച വർഷം 1905 ഫെബ്രുവരി 5-നാണ്. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഡോക്ടർ എ അയ്യപ്പൻ. അടുത്ത ആളാണ് നഞ്ചിയമ്മ. നമുക്കറിയാവുന്നതാണ്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയാണ് 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഗോത്രജനതയിൽ നിന്നും ആദ്യമായിട്ട് ഒരു ദേശീയ പുരസ്കാരം കിട്ടുന്ന ആളാണ് ആര്? നമ്മുടെ ഈ നഞ്ചിയമ്മ. ഓക്കെ, ഇനി ആ ഗാനം ഒന്ന് പഠിച്ചു വെക്കണം. ഏതാണ്? കളകാത്ത സന്തനമേറെ വെഗുവോക പൂത്തിരിക്കോ എന്ന് പറയുന്ന ഗാനത്തിനായിരുന്നു എന്ത് കിട്ടിയത്? 2020 ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, ഇനി ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹ്യ വിഭാഗമാണ് ആര്? സ്ത്രീകളെന്ന് പറയുന്നത്. ഒരു ലിംഗപദവിയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? അരികുവൽക്കരണം സംഭവിച്ചത്. ഇനി നിലമ്പൂർ ആയിഷയുടെ ഒരു ജീവിതാനുഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ ആയിരുന്നതിനാൽ അവർക്ക് അവരുടെ പ്രൊഫഷനിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള അരികുവൽക്കരണവും എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനെതിരെ പ്രവർത്തിച്ചവരാണ് പണ്ഡിത രമാഭായി. കാലഘട്ടം 1858 1922. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാഭായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ഡിത രമാഭായിയുടെ പ്രവർത്തന മേഖല ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവുമായിരുന്നു പ്രധാന പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് പണ്ഡിത രമാഭായി. അടുത്ത് നമുക്ക് നോക്കാം. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കാലഘട്ടം 1886 1976.
1886 മുതൽ 1976 വരെയാണ് കാലഘട്ടം. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ആ ബിരുദം കരസ്ഥമാക്കി. ഇന്ത്യൻ സർവകലാശാലകളിൽ ആ കാലഘട്ടത്തിൽ എന്ത് നൽകില്ലായിരുന്നു? സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുന്നൻ ലൂക്കോസ് എവിടേക്ക് പോയി? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നിന്നും ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തമായി. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ നിന്നും MBBS ബിരുദം നേടിയ ആദ്യ വനിത. ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. അപ്പം അതുമാത്രമല്ല, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അവരെക്കുറിച്ച് 2 ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. എന്തൊക്കെയാണ്? ആദ്യമായി ഇന്ത്യയിൽ MBBS ബിരുദം നേടിയത് ആരാണ്? നമ്മുടെ ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തമായിട്ടുണ്ട്. കൂടാതെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയും ആയിരുന്നു. ഇനി അടുത്തതാണ് EK ജാനകി അമ്മാൾ. കാലഘട്ടം 1897 1984. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. അപ്പം EK ജാനകി അമ്മാൾ ആരാണ്? സസ്യശാസ്ത്രജ്ഞയാണ്. സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. അപ്പം സസ്യശാസ്ത്രജ്ഞ ആയതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്തത്? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള കരിമ്പ് വികസിപ്പിച്ചെടുത്തു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ്. EK ജാനകി അമ്മാൾ ആണെന്ത്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 ജാനകി അമ്മാൾക്ക് എന്ത് കൊടുത്തു? പത്മശ്രീ പുരസ്കാരം നൽകി ആചരിച്ചു. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആചരിച്ചത് എന്നാണ്? ജാനകി അമ്മാളിനെ 1977. അടുത്തത്, സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. അപ്പം അടുത്ത അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ആര്? ട്രാൻസ്ജെൻഡേഴ്സ്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നു. അതായത് ജനന സമയത്ത് ആ വ്യക്തിക്ക് ഉള്ള ലിംഗപദവിയുമായി പിന്നെ അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ആളുകളെയാണ് അല്ലെങ്കിൽ വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ഉണ്ട്, ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത അരികുവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ന്യൂനപക്ഷം. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് ന്യൂനപക്ഷം എന്നറിയപ്പെടുന്നത്. ഈ വിഭാഗവും അരികുവൽക്കരിക്കപ്പെടുന്നുണ്ട്. അടുത്തത് ഭിന്നശേഷിക്കാരാണ്. അടുത്ത അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ആര്? ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. ഡിഫറൻ്റ്ലി ഏബിൾഡ്. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷിക്കാർക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലായിരിക്കും. പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെയും ഈ അരികുവൽക്കരണം പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. വർഷം പഠിക്കണം, 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം എന്നാണ്? 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം
2016. അടുത്തത് പാരാലിമ്പിക്സ്. ഭിന്നശേഷി ഉള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണെന്ത്? പാരാലിമ്പിക്സ്. ആരംഭിച്ച വർഷം പഠിച്ചു വെക്കണം. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948 പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം. അടുത്തത് വിവേചനം തടയാൻ ഭരണഘടനയിൽ. നമുക്ക് നോക്കാം. വിവേചനം തടയാനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ, കാലഘട്ടം 1891 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇനി എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ അരികുവൽക്കരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത്. അനുച്ഛേദം 14 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം 15. അനുച്ഛേദം 14 എന്താണ്? ഇന്ത്യൻ ഭരണ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നതാണ് അനുച്ഛേദം 14. അനുച്ഛേദം 15 വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. ഇനി എന്തുകൊണ്ടെല്ലാമാണ് ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ചതെന്ന് ചോദിച്ചാൽ, വിവേചനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്, സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇവയെല്ലാം കാരണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ ഈ പറയുന്ന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്തിൽ ഉള്ളത്. നല്ല രീതിയിൽ പഠിക്കുക. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്തുണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. എല്ലാവരും നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.